കേരളത്തിലെ ഏറ്റവും വലിയ ക്രൈം മിസ്റ്ററി സുകുമാരക്കുറുപ്പ് എവിടെയാണ്? 1984 ജനുവരി 22 പുലർച്ചെ മാവേലിക്കരയ്ക്കടുത്തുള്ള കുന്നം വയലിൽ ഒരു കാർ തീപിടിച്ച് കത്തുന്നത് കണ്ട ഒരു യാത്രക്കാരൻ സമീപവാസികളെ വിവരമറിയിച്ചു. നാട്ടുകാർ ചേർന്ന് പോയി നോക്കിയപ്പോൾ കാറിന്റെ സീറ്റിൽ കത്തിക്കരിഞ്ഞ ഒരു മൃതദേഹം കണ്ടെത്തി. അവർ ഉടൻ മാവേലിക്കര പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിച്ചു. സ്റ്റേഷനിലുണ്ടായിരുന്ന കോൺസ്റ്റബിൾ ഉടൻ തന്നെ ചെങ്ങന്നൂർ ഡിവൈഎസ്പി ഹരിദാസിനെ വിളിച്ചു. പുലർച്ചെ 5 മണിയോടെ അദ്ദേഹം കുന്നം വയലിലെത്തി. അവിടുന്നങ്ങോട്ട് ഒരു സിനിമയെ പോലും വെല്ലുന്ന സംഭവങ്ങളായിരുന്നു അവരെ കാത്തിരുന്നത്. സംഭവമറിഞ്ഞ് വയലിലേക്ക് ആളുകൾ എത്തിക്കൊണ്ടേയിരുന്നു. കത്തിയത് ഒരു കറുത്ത അംബാസഡർ കാറായിരുന്നു. നമ്പർ KLQ 7835. നമ്പർ കണ്ടതോടെ നാട്ടുകാർ കാറിനെ തിരിച്ചറിഞ്ഞു. 2 ആഴ്ച മുമ്പ് അബുദാബിയിൽ നിന്ന് ലീവിന് നാട്ടിലെത്തിയ സുകുമാരക്കുറുപ്പിൻ്റേതായിരുന്നു ആ കാർ. ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാനൊരുക്കിയ ചതി. കുടുംബത്തോടൊപ്പം അബുദാബിയിലായിരുന്നു സുകുമാരക്കുറുപ്പ് ജോലി ചെയ്തിരുന്നത്. അവിടെ വെച്ചാണ് വലിയ തുകയുള്ള ഇൻഷുറൻസ് പോളിസി എടുത്തത്. താൻ മരിച്ചുവെന്ന് ലോകത്തെ വിശ്വസിപ്പിച്ച് ഇൻഷുറൻസ് തുക തട്ടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കുറുപ്പ് നാട്ടിലെത്തിയത്. അതിനുവേണ്ടി അബുദാബിയിൽ ഒപ്പം ജോലി ചെയ്തിരുന്ന ഷാഹു, ഡ്രൈവർ പൊന്നപ്പൻ, ഭാസ്കരപിള്ള എന്നിവരുടെ സഹായം തേടി. ഇൻഷുറൻസ് തുക കിട്ടിയാൽ അതിൽ നിന്ന് പങ്ക് നൽകാമെന്നായിരുന്നു വാഗ്ദാനം. പിന്നീട് ഇരയെ തേടിയുള്ള യാത്രകളായിരുന്നു അവരുടേത്. ഒരു രാത്രി സിനിമ കഴിഞ്ഞ് വീട്ടിലേക്ക് നടന്നുപോകുകയായിരുന്ന ഫിലിം റെപ്രസെന്റേറ്റീവ് ചാക്കോയെയാണ് അവർ ലക്ഷ്യമിട്ടത്. ചാക്കോയ്ക്ക് കാറിൽ ലിഫ്റ്റ് നൽകി. പിന്നീട് മദ്യത്തിൽ വിഷം കലർത്തി നൽകി. ബോധം നഷ്ടപ്പെട്ട ചാക്കോയെ അവർ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി. ശേഷം മൃതദേഹം കുറുപ്പിന്റെ വസ്ത്രം ധരിപ്പിച്ച് കാറിനുള്ളിൽ വച്ചു. തുടർന്ന് കാർ കുന്നം വയലിൽ കൊണ്ടുപോയി കത്തിച്ചു. ലോകത്തെ മുഴുവൻ ചതിക്കാൻ ശ്രമിച്ച ഒരു ക്രൂരമായ പദ്ധതി. പോലീസിന്റെ അന്വേഷണത്തിൽ പുറത്തുവന്ന സത്യം. ആദ്യം ഇവർക്ക് കൊലപാതകം ചെയ്യാനുള്ള പദ്ധതി ഉണ്ടായിരുന്നില്ല. മോർച്ചറിയിൽ നിന്ന് സ്വന്തം ശരീരഘടനയോട് സാമ്യമുള്ള ഒരു മൃതദേഹം കണ്ടെത്താനായിരുന്നു ശ്രമം. അത് സാധിച്ചില്ല. പിന്നീട് സെമിത്തേരിയിൽ നിന്ന് മൃതദേഹം കുഴിച്ചെടുക്കാനും ശ്രമിച്ചു. അതുപോലും നടക്കാതെ വന്നപ്പോഴാണ് ഒടുവിൽ കൊലപാതകത്തിലേക്ക് കാര്യങ്ങളെത്തിയത്. അന്വേഷണത്തിൽ ഭാസ്കരപിള്ളയെ അറസ്റ്റ് ചെയ്തു. പൊന്നപ്പനും ഷാഹുവും പിന്നീട് പിടിയിലായി. കേസിൽ ഭാസ്കരപിള്ളയ്ക്കും പൊന്നപ്പനും ജീവപര്യന്തം തടവുശിക്ഷ ലഭിച്ചു. ഷാഹു മാപ്പുസാക്ഷിയായി. എന്നാൽ ഈ കേസിലെ പ്രധാന പ്രതിയായ സുകുമാരക്കുറുപ്പ് ഇന്നുവരെ പിടിയിലായിട്ടില്ല. ഫ്യൂഷൻ ഫ്ലിക്സ് മീഡിയ ഇതുപോലുള്ള യഥാർത്ഥ സംഭവങ്ങൾ അറിയാൻ പിന്തുടരുക.